ജീവ നമുക്ക് ഇലയിട്ട് തുടങ്ങാം. ജീവ മീനാക്ഷി ഒന്ന് കൂടണേ. തീർച്ചയായിട്ടും ഞാൻ ഉപ്പേരി വിളമ്പാം. ഞാൻ ചെറിയ എന്തെങ്കിലും വിളമ്പാം. ഞാൻ അവിടെ ഇരിക്കുന്നില്ല, ഇവിടെ ഇരിക്കാം. പായസം. പായസം കുടിക്കാം. ഓക്കെ. ഈ നമ്മൾ ഇടത് കൈയുടെ ഭാഗത്തോട്ടാണ് തുമ്പല പോണത്. അതെന്തുകൊണ്ടാണെന്ന് വല്ലതും അറിയാം സാർ? രസകരമായ എന്തെങ്കിലും? അല്ല, രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഐതിഹ്യമൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ടാണ് ഇവർ എന്നിങ്ങനെ ഐതിഹ്യമായിരുന്നു എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാനുള്ള എളുപ്പം കൊണ്ടാകാം. അതിനകത്ത് പല പല ഇതുണ്ട്. നമ്മളിപ്പോൾ ഒരു ടംബ്ലർ തന്നെ വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും കമത്തി വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണെന്ന് പറയും. സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പറയും നാളെ ഇതും കൊണ്ട് വരല്ലേ പറഞ്ഞിട്ട്. അങ്ങനെ അതെല്ലാം നമ്മളുടെ സൗകര്യമാണ്. എന്റെ അറിവില് അതാണ്. ഇനി അതിനകത്തുള്ള വലിയ അറിയില്ല. എന്താണെന്നറിയോ? എന്റെ ഓർഡർ പറഞ്ഞുതരാൻ മുറിച്ച്. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അതാണ് ഓർഡർ. ആദ്യം വേണമെങ്കിൽ കുറച്ച് ഉപ്പ് വെച്ചോളൂ. അതിനുശേഷം ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അതിനുശേഷം കിച്ചടി. കിച്ചടിയുടെ പല വെറൈറ്റീസ് ഉണ്ടാവും. ചിലപ്പോൾ വെള്ളരിക്ക കിച്ചടി, അതിനുശേഷം പൈനാപ്പിൾ കിച്ചടി ഉണ്ടാവും. പലതരത്തിലുള്ള കിച്ചടി ഉണ്ടാവും. ദെൻ തോരൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട് ഇപ്പോൾ. അതിനുശേഷം അവിയല്. അതാണ് ഓർഡർ. ഇതിന്റെ ഇടയ്ക്ക് കൂട്ടുകറി എന്ന് പറയുന്ന ഒരു സംഭവം തിരുവനന്തപുരത്ത്. അത് കൂട്ടുകറി എന്ന് പറയുന്നത് അതിന്റെ കാര്യത്തില് ഞാൻ പറഞ്ഞ അനുഭവമാണ്. കൂട്ടുകാരിയല്ല, കൂട്ടുകറി. അത് ഉരുളക്കിഴങ്ങും ഈ വടയില്ലേ, ഉഴുന്നുവട പോലത്തെ ചെറിയ വട വെളിച്ചെണ്ണയിലിട്ട് അത് മൂപ്പിച്ചെടുത്ത് അതും കൂടെ ഈ കറിയിലിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ഉരുളക്കിഴങ്ങ് കറിയിൽ ഈ വടയും കൂടെ ഉണ്ടാവും. ഈ ഇടതുവശത്ത് താഴോട്ട് ഇവിടെ ഉപ്പേരി വിളമ്പും. അവിടെ തന്നെ വേണമെങ്കിൽ പപ്പടം വെക്കാം. ചോറ് ആദ്യം ഇട്ടതിന് ശേഷം പരിപ്പൊഴിച്ചിട്ട് കുറച്ച് നെയ്യ്, ആവശ്യമുള്ളവർക്ക് നെയ്യ്. ആചാരമനുസരിച്ച് ഈ ചോറ് മുഴുവൻ കഴിച്ച് തീർക്കുന്നവരുണ്ട്. ചിലരാണെങ്കിൽ കുറച്ച് ചോറ് മാറ്റി വെച്ചേക്കും. രണ്ടാമത് ചോറ് വേണമെന്നുള്ളവർ, ചിലർ ഈ ആദ്യത്തെ ചോറ് മുഴുവൻ കഴിച്ച് തീർത്തവർ രണ്ടാമത് ചോറിടും. രണ്ടാമത് വരുന്നത് സാമ്പാറാണ്. സാമ്പാറും കഴിച്ച് തീർന്നതിന് ശേഷം സാധാരണഗതിയിൽ പിന്നെ പുളിശ്ശേരി, രസമൊക്കെ ഉണ്ട്. പക്ഷെ അത് അപ്പോഴല്ല. പിന്നെ പായസ ഇനങ്ങളാണ്. പ്രഥമൻ, അടപ്രഥമൻ, കടലപ്രഥമൻ, പരിപ്പ് പ്രഥമൻ, പിന്നെ പാൽപ്പായസം, വെള്ള നിറത്തിലുള്ള പാൽപ്പായസം, പാലട തുടങ്ങിയവയെല്ലാം ഉണ്ട്. അതിനുശേഷം വീണ്ടും ഇതൊക്കെ ദഹനത്തിന് വേണ്ടിയാണ്. കുറച്ച് ചോറിട്ടതിന് ശേഷം വീണ്ടും പുളിശ്ശേരി, അല്ലെ മോര് കറി എന്ന് പറയുന്നത്, പിന്നെ രസം, അതിനുശേഷം മോര്. ഇത്രയും ആണ് സദ്യ തിരുവനന്തപുരം ഭാഗത്ത്. ഓർഡർ മനസ്സിലായല്ലോ. അതാണ് എന്റെ. പിന്നെ ചിലര് പായസത്തിന്റെ കൂടെ, ഈ പാൽപ്പായസത്തിന്റെ കൂടെ ബോളിയും യൂസ് ചെയ്യുന്നവരുണ്ട്. തിരുവനന്തപുരത്തുണ്ട്. ഒരു ചോദ്യം ചോദിക്കട്ടെ. എത്ര കൂട്ടം കറിയുണ്ട് ഒരു സദ്യയിൽ? ആർഭാടം അനുസരിച്ചിരിക്കും. അതെ, 40-50 ഐറ്റങ്ങൾ നിറയ്ക്കുന്നുണ്ട്. ഈ ഇല മുഴുവൻ നിറയ്ക്കുന്നവരുണ്ട്. ആറന്മുള വള്ള സദ്യയില്ലേ, അതിലാണ് ഏറ്റവും കൂടുതൽ കറികൾ എന്നാണ് എന്റെ ഒരു അറിവ്. 70-ലധികം കറികളുണ്ട്. പിന്നെ ഇഞ്ചിക്കറി വരുമ്പോൾ 108 കറികൾക്ക് തുല്യമാണെന്നാണ് പ്രമാണം. ഇഞ്ചിക്കറി വെച്ചാൽ 108 കറിയുടെ എഫക്റ്റ് എന്ന് പറയാൻ കാരണം ഇഞ്ചിയാണ് ദഹനത്തിന് ഏറ്റവും നല്ലത്. സദ്യ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കും. പായസം, പ്രഥമനൊക്കെ കഴിക്കുമ്പോൾ ദഹനത്തിന് വേണ്ടിയാണ് ഇഞ്ചി. മാത്രമല്ല ചേട്ടാ, പിന്നെ വേറെ കാര്യം ഞാൻ പറയാം. ഉർവശിയുടെ കാര്യത്തിൽ ഇഞ്ചിക്കറിയായിട്ട് ബന്ധമുണ്ട്. ചില കാര്യങ്ങളിൽ ഉർവശി മൂക്കത്ത് ഇഞ്ചിയുണ്ട്. ഉണ്ട് ചില കാര്യങ്ങളിൽ. മുകേഷ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? മൂക്കത്ത് ഇഞ്ചി ഇല്ലേ? ഞാനത് കഴിച്ചോട്ടെ. ഓണസദ്യക്ക് വിഷം തിരിക്കുമ്പോഴാണ് മൂക്ക് ഇഞ്ചി. കല്യാണ സദ്യക്ക് ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. കൊല്ലത്തൊക്കെ ഉണ്ട്. ചെറുക്കൻ വീട്ടുകാർക്ക് വെള്ളം ആദ്യം കൊടുക്കത്തില്ല. അയ്യോ. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും കുറച്ചല്ലേ അവര് കഴിക്കത്തുള്ളൂ. അപ്പൊ വെള്ളം അത് പെണ്ണ് വീട്ടുകാരാണെങ്കിൽ ആദ്യം വെള്ളം കൊടുക്കും. കഴിച്ചിട്ട് സ്ഥലം വിട്ടോട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ചെറുക്കൻ വീട്ടുകാർക്ക് വെള്ളം കൊടുക്കില്ല എന്ന്. അത് ഇതൊക്കെ മുകേഷ് കഥയാണ്. ആരും കുറച്ചേ കഴിക്കത്തുള്ളൂ. അവര് വെളിയിൽ നിന്ന് വരുന്നല്ലേ. ഇതാരും വിശ്വസിക്കരുത്, ഇത് മുകേഷ് കഥയാണ്. കൊല്ലത്തുള്ള ആൾക്കാർ അങ്ങനെ വരനെന്നോ വധുവെന്നോ നോക്കാതെ നല്ല രീതിയിൽ. ഉർവശിയും കൊല്ലംകാരിയല്ലേ? കൊല്ലംകാരിയാണ്. പക്ഷെ എന്താ പറയോ, ആദ്യമേ വെള്ളം കൊടുത്തിട്ട് ഇലയിൽ വെയിറ്റ് ചെയ്യിപ്പിക്കുമ്പം ഈ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വെള്ളം എടുത്ത് കുടിക്കും. പിന്നെ വയറ് നിറഞ്ഞു പോകും. ഉർവശി ഒരു കാര്യം പറയാം. ആദ്യം വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇപ്പോഴാണ് ആ ശാസ്ത്രം എല്ലാവർക്കും അറിയാവുന്ന, ശാസ്ത്രീയമായിട്ട് അറിയാവുന്ന. അന്നില്ല പരിപ്പില്ലേ. എന്നാ ഞാനൊരു ഐഡിയ പറയാം. ആദ്യം നമുക്ക് സദ്യ കഴിക്കാം. എല്ലാം വേണ്ട പോലെ കൈകാര്യം ചെയ്യണം ത്രിമൂർത്തി. സാമ്പാർ വരുന്നു സാർ. മാവേലി ആലോചിക്കുകയാണേ,
കഴിക്കും ഞാൻ കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായത്. എങ്ങനെയുണ്ട് ത്രിമൂർത്തി കാറ്ററിംഗിന്റെ സദ്യ? കൊള്ളാമോ ജോസേട്ടാ? നന്നായിരിക്കുന്നു. സാമ്പാറിന് ഇച്ചിരി കൂടെ ഉപ്പ് വേണമായിരുന്നു. നമുക്കറിയാം, നോക്കിയായിരുന്നു ഇപ്പൊ ഇച്ചിരി കുറവാണ്. രാജേഷ് കാറ്ററിംഗ് നല്ലതാണ്. പായസം ഉണ്ടോ? പ്രശ്നമാണ്. പായസം കൊണ്ട് അവിടെ പായസം കൊണ്ട് പായസം ഏത് വേണം? പാലട ഉണ്ട്, പാലട കുറച്ച് മതി. കുറച്ച് ഞാൻ അങ്ങോട്ട് കൊടുത്തോളാം. മതി മതി. ആ ആയിക്കോട്ടെ. ഈ കറികളെല്ലാം ഒന്നുകൂടെ തരണേ. പാലട ഉണ്ട്, കൊടുത്തു. ഉറപ്പായിട്ടും. അതെ, എല്ലാം ചോദിച്ചറിഞ്ഞ് വേണ്ട പോലെ അവർക്ക് കൊടുക്കണേ, ഒരു കുറവും വരുത്തരുത്. എങ്ങനെയുണ്ട് ചോറ്? എങ്ങനെയുണ്ട് അരി? നല്ല ഉഗ്രൻ കുത്തരിയല്ലേ? ഉഗ്രനാണോ? അവിയല് ബെസ്റ്റാ കേട്ടോ, അവിയല് നല്ല സാറേ, ഈ അരിയുടെ കാര്യത്തിൽ ഈ അരിയുടെ പേരില്ല, പെണ്ണുങ്ങളുടെ പേരില്ല. സുരേഖ, വസുമതി, പൊന്നി, ജയ ഒന്നും ആണുങ്ങളുടെ പേരിൽ ഒറ്റ ഒരു അരിയില്ല. ഉണ്ടോ? അറിയില്ല, എന്റെ അറിവിൽ അറിയില്ല. അതിപ്പോ അങ്ങനെയുള്ള വിവേചനം ഉണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാനും മുകേഷും കൂടെ അഭിനയിച്ച സിനിമകളിലൊക്കെ തന്നെ നിങ്ങൾ എടുത്താൽ ഒരു വിവേചനം കാണാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സാധാരണക്കാരന്റെ പേരാണ്, മുകേഷിന് അങ്ങനെയല്ല. മുകേഷിനല്ല, ഈശ്വരന്റെ പേരുകളാണ്. ഏത്? ഇൻഹരിഹർ നഗറില് എന്താണ് മുകേഷിന്റെ പേര്? മഹാദേവൻ. മഹാദേവൻ. എന്റെ പേരോ അപ്പുക്കുട്ടൻ. ഗോഡ് ഫാദറിലെ പുള്ളിയുടെ പേരെന്താ? രാമഭദ്രൻ. ഈശ്വരന്റെ പേര് ശ്രീരാമൻ. എന്റെ പേരോ മായൻകുട്ടി. ഹിറ്റ്ലറിൽ എന്റെ പേര് ഹൃദയഭാനു. മുകേഷിന്റെ പേരോ ബാലചന്ദ്രൻ. ചന്ദ്രൻ. അതിനും ദൈവമുണ്ട്. അപ്പൊ എല്ലാം കൂടിയ ആൾക്കാരുടെ പേരാണ് മുകേഷിന്. നമ്മൾ വെറും സാധാരണക്കാരനാണ്. അതുകൊണ്ട് കുറച്ച് സാമ്പാറോട് ജതിച്ചിട്ട് കറി കൊടുത്തേ. എന്താ നോക്കിങ്ങനെ ത്രിമൂർത്തികൾ? ദയവായിട്ടെ പായസം കൊള്ളാട്ടോ. അപ്പൊ നമുക്കൊരു നമ്മുടെ ഇവന്റെ ഒരു പരസ്യം തരണം കേട്ടോ. ഈ ഭക്ഷണം കഴിക്കുമ്പോ മുകേഷ് ഒരു സെന്റൻസ് സംസാരിക്കുന്നില്ല കണ്ടോ? ഇത് അത്രയും ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനല്ല, അത് കഴിച്ച് തീർത്തിട്ട് അതിന്റെ അഭിപ്രായം പറയും. അത് കേൾക്കാനുള്ള ധൈര്യം, പിന്നെ കേൾക്കാം. ആത്മവിശ്വാസം ഉണ്ടോ? ഞങ്ങളിത് കഴിച്ചിട്ട് വേണം അമ്മയുടെ ഓർഡർ എടുക്കാനായിട്ട്. കണ്ടോണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ ചോറ് കാണാത്തവരായിട്ട് ഉണ്ണുന്നെന്ന് വിചാരിക്കല്ലേ. രാവിലെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഇപ്പോഴാ ചോറ് തന്നെ 2:45 അതുകൊണ്ട് എങ്ങനെ തിന്നും. വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ ഇത്രയും അധികം ആവേശത്തോടെ ഉർവശിയൊക്കെ കഴിക്കുമ്പോൾ ഇത്രയും സന്തോഷം പാടില്ല. ഉർവശി ന്യായത്തിന്റെയും സത്യത്തിന്റെയും കൂടെ നിന്ന് ഒരു ചക്രവർത്തിയെ പാതാളത്തിലേക്ക് തള്ളി വിട്ടതിന് ശേഷമാണ്. അപ്പൊ അതിന്റെ വിഷമം ദുഃഖം ഒന്നും ഉർവശിയുടെ മുഖത്ത് കാണുന്നില്ല. അദ്ദേഹം ഇവിടെ നിൽക്കുമല്ലയോ? എന്തോ അത് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പാതാളത്തിലേക്ക് തള്ളി വിട്ടില്ലേ? അവിയൽ ഒരു പ്രാവശ്യമല്ലേ വരുന്നത്. അപ്പൊ മഹാബലിയോട് ഒരു സെന്റൻസ് പോലും ചോദിക്കാതെ സാമ്പാർ ഒഴിച്ച് അങ്ങ് കഴിച്ചോണ്ടിരിക്കുക. മഹാബലിയോട് സുഖമാണെന്ന് ഒരു സെന്റൻസ് ചോദിച്ചോ? ഞാൻ ചോദിച്ചു സുഖമാണെന്ന്. സുഖമാണെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്, ആരാ ചോദിച്ചോന്ന് ചോദിച്ചോ? ആരാ എന്നെ കുശലം ചോദിച്ചോ? അല്ല, എന്നോട് ആദ്യം സുഖമാണോന്ന് ചോദിച്ച ചേച്ചിയാണ്. ആദ്യം സുഖമാണെന്ന് ചോദിച്ചിട്ട് പിന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല. അതല്ല, രണ്ടാമത് ചോദിക്കുന്നതിലാണ് കാര്യം. ആർക്ക് അവിയൽ വേണ്ട? അവിയൽ 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 അവിയൽ. സദ്യയില് നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷ് ഏതാ? അവിയല് മാങ്ങാക്കറി. അവിയല് മാങ്ങാക്കറി. ചേച്ചിക്കോ? എരിശ്ശേരിയും ഓലനും. അതുണ്ടോ ഇതിനകത്ത്? ഇഷ്ടമാണ് കൂട്ടുകറി. എനിക്കിഷ്ടം എന്താണെന്നറിയോ? മധുരപ്പച്ചടിയില്ലേ? പച്ചടിയും പിന്നെ അവിയലും. എനിക്കിഷ്ടം മധുരപ്പച്ചടിക്ക് ഇഷ്ടം. ഇഞ്ചിക്കറി വലിയ ഇഷ്ടം. ഈ മധുരപ്പച്ചടിക്ക് പല സ്ഥലത്തും പല പേരല്ലേ? അതെ അതെ. ജയതിഷേട്ടാ, തിരുവനന്തപുരത്തും പച്ചടി തന്നെയാണോ? പച്ചടി കിച്ചടി എന്നും പറയും. കിച്ചടി എന്നും പറയും, പച്ചടി. ഇവിടെ ഞങ്ങള് പായസത്തിന്റെ ഒരു വെറൈറ്റി ഉണ്ട്. പച്ചടി വേവിക്കാത്തതും കിച്ചടി വേവിച്ചതും. കാരണം ഈ ഷുഗർ ഉള്ളവർക്ക് കൂടെ കുടിക്കാൻ വിത്തൗട്ട് പായസം ഉണ്ട്. ഷുഗർ ഉള്ളവർക്ക്. എല്ലാം കഴിഞ്ഞിട്ട് ദഹനത്തിന് വേണ്ടി ഞങ്ങൾ ത്രിമൂർത്തി കാറ്ററിംഗ് സർവീസിന്റെ ഒരു പരസ്യം, ഒരു അഭിപ്രായമാണ്. തീർച്ചയായിട്ടും ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ പെട്ടെന്ന് നിർദ്ദേശിക്കുകയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു സദ്യയും ഇലയടക്കം അറേഞ്ച് ചെയ്തതിന് ഹാറ്റ്സ് ഓഫ്. നല്ല സദ്യ. ത്രിമൂർത്തി കാറ്ററിംഗ്. പേരൊന്ന് മാറ്റാൻ പറ്റുമോ? ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. പറയാൻ പറ്റണല്ലേ? ചെറിയ പാടായിരിക്കും, കുഴപ്പമില്ല. ഉർവശി ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ? ഇതാ നല്ലതെന്ന് കോമഡിയെ കാട്ടി. എന്തോ അല്ല, പഴയ കൂടെ കോമഡി ഏക്കാത്തതിന്റെ പേരിലാണ് ഇപ്പൊ ഇത് തുടങ്ങിയതല്ല. അല്ല, ഇരിക്കുന്ന 2 പേരാരെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇടയ്ക്കാണ് ഞാൻ പെട്ടുപോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ വാ വെറുതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സദ്യ കൊടുത്തത്. അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ വൃഥാവിലാവും. ചേച്ചി, ചെന്നൈയില് ഓണം തമിഴരുടെ അങ്ങനെ എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടോ ഇതുപോലെ സദ്യയൊക്കെ ഉള്ളത്? കേരളം വിട്ടു പോകുമ്പോഴാണ് ഓണത്തിന്റെ വാല്യൂ നമ്മൾ കൂടുതൽ അറിയുന്നത്. അവിടെയുള്ള മറ്റു സംസ്ഥാനക്കാർക്ക് നമ്മുടെ ഓണസദ്യ കൊടുക്കാനുള്ള ഒരു വെപ്രാളം ഉണ്ട് നമുക്ക്. നമ്മുടെ കറികളൊക്കെ ഇത്രയും ഉണ്ട് എന്ന് പറയുന്നത്. അവര് തമിഴ്നാടെന്ന് പറയുന്നത് വന്താരൈ വാഴ വയ്ക്കും തമിഴ്നാടാണ്. ഇവിടെ ആര് വന്നെത്തുന്നു അവരെ വാഴ വയ്ക്കുന്നില്ല, വാഴ നടുന്ന കാര്യമല്ല, ജീവിപ്പിക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാം? അണ്ണാതുരെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. തമ്പി ഞാൻ പഠിത്തേൻ കാഞ്ചിയിലെ നേற்று, അത് நான் உனக்கு சொல்லட்டுமா இன்று, அது நல்லவர்க்கு வாழ்வு வரும் நாளை, அது அறிஞர் அண்ணா எழுதி வைத்த போலை. நல்லவர்க்கு வாழ்வு வரும் நாளை.
നല്ലവന് ഇന്നല്ലെങ്കിൽ നാളെ അവനൊരു പുതിയ ജീവിതം കിട്ടും. അവർക്ക് പൊങ്കലാണ്, പൊങ്കലും ദീപാവലിയുമാണ് പ്രധാന. പിന്നെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ ഒരുപാടെണ്ണം. പൊങ്കലിനും ഇതുപോലെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവും. 4 ദിവസത്തെ ആഘോഷം. ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും രണ്ടുപേരും ഓരോ കറിയെക്കുറിച്ചും അതെങ്ങനെ എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്നറിയാം. സെപ്പറേറ്റ് ആയിട്ട് കുറ്റം പറയാനാ. എരിശ്ശേരി പോരല്ലോ, ഇഞ്ചിപ്പുളി പോരല്ലോ, പോയാ പോരെ. അല്ല മുകേഷേ, ജീവിതത്തിൽ നമ്മൾ ഭക്ഷണത്തോടും അതിൻ്റെ ഒരു താല്പര്യം കാണിക്കണം. അല്ല എന്തെങ്കിലും കഴിച്ചിട്ട് പോകാന്നുള്ളതല്ല, ഓരോന്നും ആസ്വദിച്ച് കഴിച്ച്. പാചകക്കാരോട് നന്നായിട്ടുണ്ട് കേട്ടോ, സാമ്പാർ അങ്ങനെ പറഞ്ഞാൽ മതി. നേരെ മറിച്ച് പരിപ്പ് നന്നായിട്ടുണ്ട്, ഇതിപ്പോ മറ്റേത് മോശം മറിച്ച് മോശം ഒന്നല്ല. ഞാൻ ഇതുവരെ ഏതെങ്കിലും ഒരു ഐറ്റത്തെ കുറിച്ച് ഞാൻ ഇന്ന് നിങ്ങളോട് എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഞാൻ ഗംഭീരമായിട്ട് ഇങ്ങനെ നക്കിയാണ് കഴിച്ചത്. എങ്ങനെയാണോ അതെ, ഭക്ഷണം ആസ്വദിച്ചാണ് ഞാൻ കഴിച്ചത്. ഭക്ഷണത്തോട് നമുക്ക് റെസ്പെക്ട് വേണം. ആ സമയത്ത് ആ ഭക്ഷണം ഉണ്ടാക്കിയവരോടുള്ള നന്ദി, ഈശ്വരനോട് നന്ദി പറയണം. നമുക്ക് ഇതിനുള്ള ഒരു അവസരം ഒരുക്കി തന്നല്ലോ. തീർച്ചയായിട്ടും നല്ല ഭക്ഷണം, ഇതിപ്പോൾ നല്ല ഭക്ഷണമാണ്. അപ്പോൾ അതിന് അത്രയും നല്ല ഭക്ഷണം എന്തെങ്കിലും എന്ത് വേണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുക എന്നുള്ളത് എൻ്റെ നയമല്ല. പക്ഷെ ചേട്ടൻ ആ ഓർഡർ പറഞ്ഞപ്പോൾ വിവന്മാരുടെ മുഖത്തോട്ട് ഞാൻ നോക്കിയായിരുന്നു. ഇതിങ്ങനെയാണോ ത്രിമൂർത്തികള് ഇത് തന്നെ കണ്ടില്ലേ, ഉർവശി ഇല മടക്കിയിരിക്കുന്നതുണ്ടോ? ഇങ്ങനെയാണ് മടക്കിയിരിക്കുന്നത്. എന്നാൽ ചില പ്രദേശങ്ങളിൽ മടക്കുന്നത് നേരെ തിരിച്ചാണ്. ചില പ്രദേശങ്ങളിൽ എന്താ അറിയാവോ, ഞാൻ കുഞ്ഞിലെ മുതൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പുലവുളി അടിയന്തരത്തിന് വരുന്നതാണ് ഇനി ഈ ചോറുണ്ണാൻ ഇങ്ങോട്ട് വരുന്നത് ഇലയെ വിളിക്കുകയാണ്. ഇനി എന്ന് ഈ സദ്യ കിട്ടണേ. 95% ആൾക്കാരും ഇതെല്ലാം അറിയാവുന്നവര് അതിനകത്ത് കാണും. ഇങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മുടക്കുമ്പോ അടുത്തിരിക്കുന്ന ആള് അങ്ങോട്ട് പോകും. പിന്നെ വിവാഹം കഴിക്കാത്തവര് വിവാഹത്തിന് പോയി സദ്യ കഴിച്ച അല്ലെങ്കിൽ സദ്യ കഴിക്കുകയാണെങ്കിൽ അവര് അങ്ങോട്ട് മറച്ചു വെക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. കല്യാണം പെട്ടെന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട്. അല്ല, ഇത് യഥാർത്ഥത്തിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിരുന്നാൽ വേണ്ടത് അതിവിടെ നടപ്പാക്കുന്നില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്. കാരണം നമ്മൾ കഴിച്ചയില നമ്മൾ തന്നെ കൊണ്ട് കളയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞിരുന്നാൽ ആ ഇലയിൽ തരാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി ഞാൻ കളയും. നമുക്കിതൊന്ന് പബ്ലിസിറ്റി കൊടുക്കണം, കാരണം ഞങ്ങൾക്ക് പണിയാ കഴിച്ചിട്ട് പോയല്ലേ. ഞാനിത് എടുത്തുകൊണ്ട് കളയും. കാരണം വെച്ചിരുന്നാൽ അവനവൻ്റെ ജോലി. ഗാന്ധിമാർഗം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തരാൻ പാടില്ല. ഞാൻ കഴിച്ചേല ഞാൻ തന്നെ ആതിഥേയന്റെ കടമയാണ് ആ പാത്രം എടുത്തുകൊണ്ട് പോവുക. അത് ശരിയാ. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വലിയ മനസ്സാണ്. അങ്ങനെ ഏറ്റവും വലിയ മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാ ഇലയും ഞാൻ റെഡിയാണ്. തരൂ. ഇതിന്റെ തത്വം എന്താണെന്നറിയാവോ? ഇതിന്റെ യഥാർത്ഥ ശാസ്ത്രം അറിയാവുന്ന ആളായതുകൊണ്ട്. കാരണം വിളമ്പുന്നവന് ഇതിന്റെ പുണ്യം കിട്ടണമെങ്കിൽ ഇല എടുത്താലേ പൂർണ്ണമാകും. ഈ കഴിച്ചതിന്റെ എല്ലാവരുടെയും കൂടെ പുണ്യം കൊണ്ടുപോകാനായിട്ട് പോയതാണ്. അതല്ലെങ്കിൽ ഈ കേറ്ററിംഗിന്റെ മെയിൻ ആള് പുള്ളിയായിരിക്കും. ഇതിന്റെ പിന്നീട് പറയാം അല്ലേ? പാർട്ണർഷിപ്പ് അങ്ങനെയാണ്. അപ്പോ ആദ്യമായിട്ടാണ് എന്റെ പുണ്യം വേറൊരാൾ കൊണ്ടുപോകും. സദ്യ ഇഷ്ടപ്പെട്ടോ ചേച്ചി? സദ്യയായിരുന്നു. നിങ്ങളൊക്കെ എന്തൊക്കെയോ ഇവിടെ പറഞ്ഞു. എന്റെ വിശപ്പ് അറിയതിന് ശേഷമാണ് ഞാൻ സ്മാർട്ട് ആയതെന്നുള്ളതാണ് സത്യം. അതാ, ഇനി പൂർവാധിക ശക്തിയോടെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. വിശപ്പിന് വേണം കഴിക്കാൻ. വിശപ്പിനാണ് ആഹാരം. അപ്പൊ ഇനിയിപ്പോ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ ത്രിമൂർത്തി കാറ്ററിംഗ് സെന്ററിൽ ഓർക്കണം. കളയാൻ വേണ്ടി ഒരുപാട് വിഭവങ്ങൾ വിളമ്പിയിട്ട് കാര്യമില്ല. രുചിയുള്ള 1-2 വിഭവങ്ങളാണ് എപ്പോഴും ഏറ്റവും നല്ലത്. അത് വളരെ വളരെ നന്നായിരിക്കുന്നു. നിങ്ങൾ ധൈര്യപൂർവ്വം കണ്ടിന്യൂ ചെയ്യും. നമുക്ക് പരസ്യം പറയാനാണെന്ന് തോന്നുന്നു. മുകേഷിനെ പോയി ഒന്ന് ആശ്വസിപ്പിക്കണം. അവിടെ ഒന്ന് പൊട്ടിക്കരയായിരുന്നു. നിന്നെ കൊണ്ട് ഞാൻ ഇല ഇടിപ്പിച്ചു, സോറി പിടിച്ച് കരയായിരുന്നു. കുറച്ച് ഒന്ന് ചെന്ന് ആശ്വസിപ്പിക്കും. ഞാൻ പറഞ്ഞു അത് സാരമില്ലാന്ന് പറഞ്ഞു. എന്നാലും അവിടെ നിന്ന് പൊട്ടിപ്പാവാ, ഇതൊക്കെ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്ന നിന്റെ കാര്യം കൊണ്ട് വാ. ഞാനത് ഒരു സ്പിരിറ്റിൽ എടുത്തല്ലേ ഉള്ളൂ. കണ്ണു തുടക്കി സദ്യയുടെ ടേസ്റ്റോട് സന്തോഷത്തോടെ കരഞ്ഞാണോ വേറൊരു കഥ ഇവിടെ വന്നു. എന്റെ പേരിലാണ് കരഞ്ഞിരിക്കുവായിരുന്നു മുകേഷ് ഏട്ടൻ എന്ന് പറഞ്ഞു. സദ്യയുടെ മുകേഷ് ഏട്ടന്റെ മൂട് സുമേഷ് ഏട്ടാണ്.
മുകേഷിനെ സുമേഷ് എന്ന് വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. സുരേഷ് എന്നൊക്കെ വിളിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഹാരം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ആവശ്യത്തിന് മേടിച്ച് കഴിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ത്രിമൂർത്തി സംഘടന ഞാൻ മുഴുവൻ കഴിച്ചില്ലേ? അറിയാലോ ആഹാരത്തിന്റെ വില. പക്ഷെ നമ്മൾ പുറത്തറിഞ്ഞ അങ്ങനല്ല. പിന്നെ നിങ്ങൾ ആഹാരം വേസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ലെന്ന് പറയുന്നു. അതുകൊണ്ട് വളരെ കുറച്ചേ കൊടുക്കത്തുള്ളൂ. ചോദിച്ചാൽ അല്ല, ജഗദീഷ് ഏട്ടാ ഇത് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം എന്റെ അമ്മയും പപ്പയും പറഞ്ഞിട്ടുള്ള നമുക്ക് ആരെങ്കിലും വിളമ്പി തരുന്നുണ്ടെങ്കിൽ അവർ വിശന്നിരിക്കുകയാണെങ്കിൽ അവരെ ഇരുത്തി വിളമ്പി കൊടുത്തിട്ട് പോകണമെന്നാണ്. അങ്ങനെ ഒരു ശാസ്ത്രമുണ്ട്. ശരി.